ഞാൻ പറയും, നീ വിവാഹത്തിന് നീ സമ്മതിച്ചില്ലെങ്കിൽ നിനക്കറിയാലോ ഈ പത്മ ആരാണെന്ന്, കൊന്നു കളയും ഞാൻ നിന്നെ. പത്മയുടെ വാക്കുകൾ ഒരു ചാട്ടുളി പോലെ ജാലയുടെ നെഞ്ചിൽ തറച്ചു. വിയർത്ത് വിറച്ച് ചുവരിലെ പടത്തിൽ നോക്കി ജാല വിങ്ങിപ്പോട്ടി. ചെറിയമ്മേ, എനിക്ക് പേടിയാ. ആ പലിശക്കാരൻ അണ്ണാച്ചിയെ കാണുമ്പോൾ തന്നെ എനിക്ക് മരണം മുന്നിൽ കാണുന്ന പോലെയാ. ജാലയുടെ വാക്കുകൾ പുറത്തു വന്നത് ഗദ്ഗദങ്ങളായിട്ടായിരുന്നു. എന്നാൽ പത്മയുടെ മുഖത്തൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. ഒരു തരം ക്രൂരമായ പുഞ്ചിരിയോടെ അവർ അവളെ നോക്കി. അതൊക്കെ കെട്ടിക്കഴിയുമ്പോൾ മാറിക്കോളും. ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്. ചെറിയമ്മേ, ജാല സങ്കടം അടക്കാനാവാതെ വീണ്ടും വിളിച്ചു പോകരുതെന്നെ അങ്ങനെ. നിന്റെ അമ്മയൊന്നുമല്ല ഞാൻ. പത്മയുടെ ശബ്ദം മുറിയിലാകെ മുഴുകി. ജാല പെട്ടെന്ന് അവരുടെ കാൽക്കൽ വീണു. ചെറിയമ്മ, എനിക്ക് പേടിയായിട്ടാണ് അണ്ണാച്ചിയുടെ കണ്ണുകൾ അത് കാണുമ്പോൾ. എന്നാൽ നീ ഒരു കാര്യം ചെയ്. പത്മ അവളെ തട്ടിമാറ്റി. ആ അണ്ണാച്ചിക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തു തീർക്ക്. അപ്പോൾ പിന്നെ ഈ കല്യാണം വേണ്ടെന്ന് വെക്കാം. ജാല ഒരു ഞെട്ടലോടെ പത്മയെ നോക്കി. എൻ്റെ കയ്യിൽ എവിടുന്നാ ചെറിയമ്മേ അത്രയും പണം? ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഏയ്, എന്താ ഇവിടെ ഒരു ബഹളം? അങ്ങ് റോഡിൽ വരെ കേൾക്കാമല്ലോ. വാതിൽക്കൽ ജാലയുടെ അച്ഛൻ ശേഖരൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നിനും കൊള്ളാത്ത മദ്യപാനിയായ തൻ്റെ അച്ഛനെ കണ്ടപ്പോൾ ജാലയുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ കരിന്തിരി തെളിഞ്ഞു. നിങ്ങളുടെ മോളോട് തന്നെ ചോദിക്കുക കാര്യങ്ങൾ, പത്മ പുച്ഛത്തോടെ പറഞ്ഞു. എന്താ ജാല ഇവിടെ പ്രശ്നം? ശേഖരൻ അടുത്തു വന്ന് ചോദിച്ചു. അച്ഛ, ആ അണ്ണാച്ചിയെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് ചെറിയമ്മ പറയുന്നു. അച്ഛൻ പറയണം എനിക്കതിന് കഴിയില്ലെന്ന്. ജാലയുടെ കണ്ണുകൾ പ്രതീക്ഷയോടെ അച്ഛൻ്റെ മുഖത്ത് താങ്ങി നിന്നു. പക്ഷെ അടുത്ത നിമിഷം അവളുടെ ലോകം തന്നെ ഇല്ലാതാകുന്ന വാക്കുകളാണ് കേട്ടത്. അതിനെന്താ, ഞാൻ തന്നെയാണ് പത്മയോട് നിന്നോട് ഈ കാര്യം സൂചിപ്പിക്കാൻ പറഞ്ഞത്. അവൾ വിശ്വസിക്കാനാവാതെ അച്ഛനെ നോക്കി. ആ കണ്ണുകളിൽ വാത്സല്യത്തിന് പകരം വെറും ലാഭേച്ഛ മാത്രം. അച്ഛാ, അവളിൽ നിന്ന് ഒരു നേർത്ത വിളി പുറത്തേക്ക് വന്നു. ഇല്ലച്ഛ, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. ഞാൻ മരിക്കേണ്ടി വന്നാലും. അയ്യോടാ, പത്മ ഇടയ്ക്ക് കയറി പരിഹസിച്ചു. നിന്നോടിവിടെ ആരും സമ്മതമൊന്നും ചോദിച്ചിട്ടില്ല. വിവാഹത്തിന് തയ്യാറാകാൻ ആജ്ഞാപിക്കുകയാണ് ചെയ്തത്. ശേഖരൻ പത്മയെ നോക്കി ശാന്തമായി പറഞ്ഞു. പത്മ, നീ എന്തായാലും ആ രഘുവണ്ണാച്ചിയെ വിളിച്ച് കാര്യം ഉറപ്പിച്ചേക്ക്. തരാൻ പണമൊന്നുമില്ല. പകരം അദ്ദേഹം ചോദിച്ചതുപോലെ ജാലയെ വിവാഹം കഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞേക്ക്. കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ ജാല തളർന്നിരുന്നു. തനിക്ക് ജന്മം നൽകിയ അച്ഛൻ തന്നെയാണോ തന്നെ ഒരു കച്ചവട വസ്തുവാക്കി മാറ്റുന്നത്? തൻ്റെ അമ്മ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ. ഒരു നിമിഷം ആ ഓർമ്മ അവളുടെ ഉള്ളിൽ ഒരു കനലായി. സ്വന്തം മകളല്ലേ ഞാൻ അച്ഛ? അവൾ പല്ല് കടിച്ച് ചോദിച്ചു. ഒരു പലിശക്കാരന് വിൽക്കാൻ മാത്രമുള്ള ബന്ധമേ നമ്മൾക്കിടയിലുള്ളോ? തമിഴ്നാട്ടിൽ 2ഉം 3ഉം പെണ്ണ് കെട്ടിയ ഒരു പലിശക്കാരൻ, കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു മനുഷ്യൻ, അയാൾക്കെന്നെ എറിഞ്ഞു കൊടുക്കുമ്പോൾ അച്ഛൻ്റെ കൈ വിറയ്ക്കില്ലേ? ജാലയുടെ ചോദ്യം ആ മുറിയിൽ മാറ്റൊലി കൊണ്ടു. പക്ഷെ ശേഖരൻ അപ്പോഴും മദ്യത്തിൻ്റെ ആലസ്യത്തിൽ ആ ലേലം ഉറപ്പിച്ച സന്തോഷത്തിലായിരുന്നു. ജാല, നിന്റെ വിവാഹം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിന്റെ ചത്തുപോയ തള്ള വന്ന് പറഞ്ഞാൽ പോലും ഈ തീരുമാനത്തിന് മാറ്റമില്ല. ശേഖരൻ അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയപ്പോൾ ഒരു വിജയഭാവത്തോടെ പത്മ അവൾക്ക് നേരെ തിരിഞ്ഞു. ആ വാക്കുകൾ ജാലയുടെ ഹൃദയത്തിൽ തറച്ചു. ഇല്ല ചെറിയമ്മേ, എനിക്കാവില്ല. എന്നെ ആ നരകത്തിലേക്ക് തള്ളിയിടല്ലേ. ജാലയുടെ ശബ്ദമിടറി. എടി അസത്തെ, പറയുന്നത് മര്യാദയ്ക്ക് അങ്ങ് കേട്ടോണം. നിന്റെ വിലാപമൊന്നും ഇവിടെ ആരും കേൾക്കാൻ പോകുന്നില്ല, പത്മ ആക്രോശിച്ചു. പെട്ടെന്ന് ജാലയുടെ ഉള്ളിൽ ഒരു കനൽ ജ്വലിച്ചു. ഭയം കൊണ്ട് വിറയ്ക്കുന്നതിനിടയിലും എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ പത്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ മാത്രമല്ലല്ലോ ഈ വീട്ടിലെ പെണ്ണ്. ചെറിയമ്മയ്ക്കൊരു മോളില്ലേ, ദീപ്ത. അവളെ കെട്ടിച്ചു കൊടുക്ക് ആ അണ്ണാച്ചിക്ക്. അപ്പോൾ തീരുമല്ലോ അച്ഛൻ്റെ കടം. ജാലയുടെ വാക്കുകൾ ഒരു വെടിയുണ്ട പോലെയായിരുന്നു. പത്മയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്താടി എരണം കെട്ടവളെ നീ പറഞ്ഞത്? എൻ്റെ മോളെ ആ പലിശക്കാരന് കൊടുക്കാനോ? വാക്കുകൾ പൂർത്തിയാക്കും മുൻപേ പത്മയുടെ കൈകൾ ജാലയുടെ കവിളിൽ തടഞ്ഞു. ആ അടിയുടെ ആഘാതത്തിൽ ജാല തറയിലേക്ക് വീണുപോയി. തല കറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. കവിളിൽ പത്മയുടെ വിരലുകൾ ചുവന്നു തടിച്ചിരുന്നു. പത്മ അവളുടെ അരികിലേക്ക് കുനിഞ്ഞു വിഷം ചീറ്റുന്ന സ്വരത്തിൽ പറഞ്ഞു. ഒന്ന് നീ കേട്ടോ, ആ അണ്ണാച്ചി ഇപ്പോൾ നാട്ടിൽ പോയിരിക്കുകയാണ്. അവൻ മടങ്ങി വന്നാൽ ഉടൻ നിൻ്റെയും അവൻ്റെയും വിവാഹം നടന്നിരിക്കും. പത്മ പറഞ്ഞ വാക്കാണിത്, ഇതിൽ മാറ്റമില്ല. അത്രയും പറഞ്ഞ് പുച്ഛത്തോടെ അവൾ മുറി വിട്ടിറങ്ങി. മുറിയിൽ തനിച്ചായ ജാല വേദനയോടെ തൻ്റെ കവിളിൽ കൈവച്ചു. അവളുടെ കണ്ണുകളിൽ നിന്നൊഴുകിയത് കണ്ണുനീരല്ലായിരുന്നു, പകരം ചതിച്ചവരോടുള്ള പകയായിരുന്നു. അന്ന് രാത്രി ജാല എല്ലാവരെയും ആഹാരം കഴിച്ചു കിടന്നു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം റൂമിന് വെളിയിലേക്ക് വന്ന് വിശപ്പ് കാരണം അവൾക്ക് കണ്ണ് കാണാനുണ്ടായിരുന്നില്ല. പതിയെ അടുക്കളയിലേക്ക് നടന്നവൾ പാത്രങ്ങൾ ഓരോന്നെടുത്തു നോക്കി. ചെറിയമ്മ മനഃപൂർവ്വം ബാക്കി വന്ന് ചോറ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു.
എന്തോ വിശപ്പ് കാരണം അവൾക്കത് കഴിക്കാതിരിക്കാൻ ആയില്ല. ആർത്തിയായിരുന്നു ആ ചോറിനോട് അവൾക്ക്. ആഹാരം കഴിച്ച് തിരികെ റൂമിലേക്ക് നടക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു കോണിലിരുന്ന് ആരോ അവളോട് പറഞ്ഞു, രക്ഷപ്പെടാൻ നോക്കിനിയും നിന്ന് ജീവിതം നശിക്കും പതിയെ. ജാല ഉമ്മറത്തെ വാതിൽ തുറക്കാൻ എത്തി. പഴയ വാതിലാണ്, തുറന്നാൽ വലിയ ശബ്ദമുണ്ടാവും. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ വാതിലിൻ്റെ കുറ്റിയെ പിടിച്ചു നിന്നു. രക്ഷപ്പെടാൻ നോക്കുമായിരിക്കും അല്ലേടി അസത്തെ. പെട്ടെന്ന് പിന്നിൽ നിന്നും ആ ശബ്ദം കേട്ടതും ജാല ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ചെറിയമ്മയ്ക്ക് പിന്നിലായി ദീപ്തിയുമുണ്ട്. ഇവിടെ നിന്നും രക്ഷപ്പെട്ടോടാനുള്ള വഴി തപ്പുകയായിരിക്കും അമ്മേ, ദീപ്ത പുച്ഛത്തോടെ പറഞ്ഞു. അത് അമ്മ നേരത്തെ മനസ്സിലാക്കിയിരുന്നു, പത്മയും പറഞ്ഞു. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ലൈഫ് 2 ദിവസം കൂടി കഴിഞ്ഞ് പണക്കാരൻ്റെ ഭാര്യയല്ലേ, അതും വട്ടിപ്പലിശക്കാരൻ്റെ. ലക്ഷങ്ങളായിരിക്കും ഒരു മാസം കയ്യിൽ വരുന്നത്. എന്നാൽ മോൾ ഒരു കാര്യം ചെയ്യും, മോൾ അവനെ അങ്ങ് വിവാഹം കഴിക്കും. എനിക്ക് ഇത്രയും വലിയ ഭാഗ്യമൊന്നും വേണ്ട, ജാല നിറഞ്ഞ മിഴികളോടെ പറഞ്ഞു. ദീപയ്ക്ക് ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു മറുപടി. ഡി, ഒരുപാട് അങ്ങ് നെകളിക്കല്ലേ, പോയി കിടന്നുറങ്ങാൻ നോക്കടി. ജാല വെങ്ങിപ്പെട്ടിക്കൊണ്ട് റൂമിലേക്ക് ഓടി. രാത്രി എങ്ങനെ തന്നെ കിടന്നിട്ടും അവൾക്ക് ഉറക്കം വരുന്നില്ല. ആ അണ്ണാച്ചിയുടെ മുഖം മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ഭയം കൊണ്ട് കൈകാലുകൾ വിറച്ചുപോയാണ്. കറുത്തു തടിച്ച പല്ലെല്ലാം കറ പിടിച്ചൊരു മനുഷ്യൻ കാണുമ്പോൾ തന്നെ പേടിയാകും. രാത്രി ഒന്ന് കണ്ണുമാടിയപ്പോൾ ഉറക്കത്തിൽ അമ്മ വന്നതായി അവൾ സ്വപ്നം കണ്ടു. എൻ്റെ കുട്ടി വിഷമിക്കണ്ട കേട്ടോ, അമ്മയെല്ലാം കാണുന്നുണ്ട്. മോളെ പൊന്നുപോലെ നോക്കുന്ന ഒരാൾ വരാനുണ്ട് കേട്ടോ, എൻ്റെ കുട്ടി പേടിക്കണ്ട. അത്രയും പറഞ്ഞ് അമ്മ മാഞ്ഞുപോയി. ജാല ഞെട്ടി ഉണർന്നു. അമ്മ! അവൾ നിറമിഴികൾ 2 കൈകൾ കൊണ്ട് മുഖം തുടച്ചു വിളിച്ചു. പിന്നീട് അവൾക്ക് ഉറങ്ങാനായി കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ പോലെ അവളെ തേടി ഐശ്വര്യ എത്തി. ജാലയുടെ ഒറ്റ ചങ്ങാതിയാണ്. എന്നും രാവിലെ ഇരുവരും ചേർന്നാണ് അമ്പലത്തിലേക്ക് പോകാറുള്ളത്. ദീപ്ത പിന്നെ അമ്പലവും പള്ളിയും ഒന്നുമില്ലാതെ ഒരു നിരീശ്വരവാദിയാണ്. അതുകൊണ്ട് ദീപ്തയെ അവർ അമ്പലത്തിലേക്ക് വിളിക്കാറില്ല. ഐശ്വര്യ ഉമ്മറത്ത് അവളെയും കാത്തു നിൽക്കുമ്പോഴായിരുന്നു പത്മ പുറത്തേക്ക് വന്നത്. എന്താ? പത്മം ഒരു താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചുകൊണ്ട് ഐശ്വര്യയോട് ചോദിച്ചു. ജാല അമ്പലത്തിലേക്ക് പോകാൻ. ജാല ഇനി അമ്പലത്തിലേക്ക് വരുന്നില്ല മോളെ, മോളുടെ പണി നോക്കിച്ചില്ല. ഒറ്റ വാക്കിൽ പത്മ ദേഷ്യമെല്ലാം ഐശ്വര്യയുടെ മേൽ പറഞ്ഞു തീർത്തു. അപ്പോഴേക്കും ജാല ഒരുങ്ങി പുറത്തേക്ക് വന്നിരുന്നു. ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഉറച്ച സ്വരത്തിൽ അവൾ പറഞ്ഞു. അത് കേട്ട് പത്മ അവളെ തറപ്പിച്ചൊന്ന് നോക്കി. ഞാൻ പറയുന്നതിനപ്പുറം നിനക്ക് ഇവിടെ നിന്നും ചലിക്കാൻ മാത്രം ധൈര്യമുണ്ടോടി? ചെറിയ ഉറച്ച സ്വരത്തിൽ ചോദിച്ചതും ജാല നിറഞ്ഞ മിഴികളോടെ മുന്നോട്ട് വെച്ച കാൽ പുറകോട്ട് വലിച്ചു. എന്താ ഇവിടെ, എന്താ പ്രശ്നം? രാവിലെ തന്നെ തുടങ്ങിയോ അമ്മയും മകളും വഴക്ക്? അയ്യോടാ, ആരാ മനുഷ്യ ഇവളുടെ അമ്മ? ഞാനോ? എടുത്ത വഴി ചെറിയമ്മ പറഞ്ഞതും ജാല അമ്മയൊന്നും മനസ്സിൽ ഓർത്തു. നിറച്ചിരിയോട് അവളെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മയെ അന്ന് ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് വന്നത്. എന്നതാ ഇപ്പോഴത്തെ പ്രശ്നം? അച്ഛൻ തിരക്കി. അവൾക്ക് അമ്പലത്തിൽ പോകണം പോലും. പോകും വഴി ഓടിപ്പോകില്ലെന്ന് ആര് കണ്ടു? ഇല്ല ചെറിയമ്മ, ഞാൻ എങ്ങോട്ടും പോകില്ല, സത്യം. പോയി വരട്ടെ പത്മേ, അമ്പലത്തിലേക്കല്ലേ? അച്ഛൻ ജാലയെ നോക്കി പറഞ്ഞു. അച്ഛനിൽ നിന്നും അങ്ങനെ കേട്ടതും അവൾക്ക് വല്ലാത്തൊരാശ്വാസം തന്നെയായിരുന്നു. പൊയ്ക്കോ, പക്ഷെ ഓടിപ്പോകാനാണ് ഭാവമെങ്കിൽ ഓർത്തോ, നിന്റെ അമ്മയുടെ നീ സൂക്ഷിച്ചു വെച്ച എല്ലാം ചാരമാക്കി മാറ്റും ഞാൻ, വെറും ചാരം. അതവളിൽ വല്ലാത്ത ഭയമാണുള്ളിൽ നിറച്ചത്. അമ്മയുടെ ഓർമ്മയ്ക്കായി ആകെയുള്ളത് അമ്മയുടെ സാരിയും അമ്മയുടെ 2 മാലയും ഒരു ഫോട്ടോയും മാത്രമാണ്. അതാണ് എന്നും അവൾക്ക് വിലപിടിപ്പുള്ളത്. ഇല്ല ചെറിയമ്മ, ഞാൻ എങ്ങോട്ടും പോകില്ല. ദയവ് ചെയ്ത് അരുതാത്തൊന്നും ചെയ്യരുത്. എൻ്റെ അമ്മയുടെ ആകെ ഓർമ്മകൾ അത് മാത്രമാണ്. എന്നാൽ മോള് പോയി വേഗം വരാൻ നോക്ക്. ഓടിക്കളയാനുള്ള പാവമൊന്നും വേണ്ട കേട്ടല്ലോ. ഇല്ല, ഞാൻ തിരിച്ചു വന്നിരിക്കും, മനസ്സ് കല്ലാക്കിക്കൊണ്ട് ജാല പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ ജാല കൈകൾ കൊണ്ട് കണ്ണുകളെ തടം കെട്ടി നിന്ന കണ്ണുനീർ തുള്ളികളെ തുടച്ചു മാറ്റിക്കൊണ്ട് ഐഷുവിൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. എന്താ ജാല, എന്താ പ്രശ്നം? നീ എന്തിനായി കരയുന്നേ? എന്താ വീട്ടിൽ സംഭവിക്കുന്നത്? ഒറ്റ ശ്വാസത്തിൽ ഐഷു തിരക്കി. ജാല അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിറങ്ങിപ്പോയി. എന്ത് പറ്റിയാടാ, പറ, നിനക്ക് എന്താ പറ്റിയത്? ഐഷു, എനിക്ക് പേടിയാകുവാടാ, എനിക്ക് മരിച്ചാൽ മതിയെന്ന് തോന്നിപ്പോകുമോ? ജാല, അതിനെന്താ ഇവിടെ സംഭവിച്ചത്? നീ ഒന്ന് തെളിച്ചു പറ എൻ്റെ കുട്ടി. എൻ്റെ വിവാഹം പറഞ്ഞു തീർക്കാൻ അവളെ കൊണ്ടാവുന്നില്ലായിരുന്നു. തേങ്ങിയും മേങ്ങലടിച്ചും അവൾക്ക് അവളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കല്യാണം? ആരുടെ കൂടെ? എപ്പോ? ഐഷു എല്ലാം തെളിച്ചറിയാനായി തിരക്കി. ആ അണ്ണാച്ചി പലിശക്കാരൻ, അണ്ണാച്ചിയുടെ കൂടെ. അതും പറഞ്ഞവൾ തേങ്ങിക്കരഞ്ഞു. അയ്യോ, ഏതാ തടിയൻ പലിശക്കാരൻ അണ്ണാച്ചിയോ? അതെ, അയാൾക്ക് തന്നെ. എന്താടി ഇങ്ങനെയൊക്കെ?
ദീപയുടെ പഠനത്തിന് വാങ്ങിയ പണമാണ്. അത് തിരിച്ചടയ്ക്കാനില്ലാതെ പലിശയുടെ മേൽ പലിശ കയറിയപ്പോൾ വലിയൊരു തുകയായി മാറിയിരിക്കുകയാണ്. പറഞ്ഞു തീരും മുന്നേ ജാല കരഞ്ഞു തളർന്നു പോയിരുന്നു. നീ വാ, എല്ലാറ്റിനും ഒരു വഴി ദേവി കാണാതിരിക്കില്ല. എനിക്ക് തോന്നുന്നില്ല എൻ്റെ മുന്നിൽ ഈ വിവാഹമല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന്. ദിവസങ്ങളുണ്ടല്ലോ, നോക്കാം. നീ വാ, വിഷമിക്കേണ്ട. ഐഷു അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു. ഇതേ സമയം മറ്റൊരിടത്ത് അഗ്നി സാർ. അഗ്നി പേര് പോലെ തന്നെ ചുട്ടുപൊള്ളുന്ന വ്യക്തിത്വം. വെളുത്ത ഷർട്ടിൻ്റെ കൈകൾ മുട്ടുവരെ തെറുത്തു വെച്ച് ജനാലയിലൂടെ പുറത്തെ നഗരത്തെ നോക്കി നിൽക്കുകയാണവൻ. 6 അടിയിൽ കൂടുതൽ ഉയരം. ജിമ്മിൽ കഠിനാധ്വാനം ചെയ്ത് രൂപപ്പെടുത്തിയെടുത്ത വിരിഞ്ഞ നെഞ്ചും തോളുകളും ആ ഷർട്ടിനുള്ളിൽ ഒതുങ്ങാൻ വിസമ്മതിക്കുന്നത് പോലെ തോന്നും. മൂർച്ചയുള്ള നാസികയും കനത്ത പുരികക്കൊടികളും എപ്പോഴും എന്തിനെയോ നേരിടാൻ തയ്യാറെടുക്കുന്ന പോലെയുള്ള തീക്ഷ്ണമായ കണ്ണുകളും. അവൻ്റെ നിൽപ്പ് തന്നെ ഒരു ഗജവീരൻ്റെ ഗാംഭീര്യത്തോടെയായിരുന്നു. രവീന്ദ്രനെ വിളിച്ചുകൊണ്ട് ഫോണുമായി അഗ്നിയുടെ ഓഫീസ് റൂമിലേക്ക് കടന്നു വന്നു. എന്താ? ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അഗ്നി നോക്കി. ബാംഗ്ലൂരിൽ നിന്നുമാണ് കോൾ. ആരാണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. അഗ്നി സാറിന് തരാൻ പറഞ്ഞു. താൻ ചെല്ല്. അഗ്നി രവീന്ദ്രൻ നീട്ടിയ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് ചെവിയോട് ചേർത്ത് പിടിച്ചു. ഹലോ. അവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം ആ മുറി മുഴുവൻ പ്രകമ്പനം കൊള്ളിക്കും പോലെ ഒന്നാണ്. ഹലോ അഗ്നി, ഇത് ഞാനാ, അതിഥി. അവളുടെ സ്വരം അവൻ്റെ കാത്തുകളെ അരോചകം കൊള്ളിക്കും പോലെ. അവൻ ആ ഫോൺ ചെവിക്ക് അല്പം മാറ്റിപ്പിടിച്ചു. എന്ത് വേണം? അഗ്നി, അമ്മായി വിളിച്ചിരുന്നു. നീ ഡാഡി പറഞ്ഞ കാര്യം വേണ്ടെന്ന് വെച്ചില്ലേ? അതെ, അതിനിപ്പോൾ എന്താ? അഗ്നി, നീ എന്താ ഒന്നും അറിയാത്തതുപോലെ? കുഞ്ഞിലെ മുതൽ നീ എനിക്ക് ഞാൻ നിനക്കുമാണെന്ന് വീട്ടുകാർ പറഞ്ഞു വെച്ചതല്ലേ? എന്നിട്ടിപ്പോൾ ഡാഡി വിവാഹക്കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് വല്ലാത്ത മോശം പരിപാടിയാണ്. ഞാനിപ്പോൾ വിവാഹം വേണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിന്റെ ഈ സംസാരം അതിര് കടക്കുവാണേൽ എന്നേക്കുമായി ഇത് ഞാൻ വേണ്ടെന്ന് വെക്കും. അത് കേട്ടതും അതിഥി അറിയാതെ ഉമ്മനീർ ഇറക്കിപ്പോയി. വേറെ ഒന്നുമില്ലെങ്കിൽ ശരി. അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി ഫോൺ കട്ട് ചെയ്തുകൊണ്ട് മുന്നിലെ കണ്ണാടിയിലേക്ക് നോക്കി. എൻ്റെ ഭാര്യ ആവാനുള്ള നിൻ്റെ അതിമോഹം എന്നോടുള്ള സ്നേഹമല്ല അതിഥി, എൻ്റെ സ്വത്തുമുതലുകളോടുള്ള അടങ്ങാത്ത ആർത്തിയാണ്. അത് മനസ്സിലാക്കാൻ പറ്റാത്ത വിഡ്ഢിയൊന്നുമല്ല ഈ അഗ്നി. ദേവി ഒരു പാടയിലെ നിൻ്റെ മുന്നിൽ വന്ന് നല്ലൊരു ജീവിതത്തിനായി കേണു തൊഴിഞ്ഞു. നീ എന്തെന്നെ കണ്ടില്ലെന്ന് വെക്കുന്നു? നിറകണ്ണുകളോടെ ജാല ദേവിയുടെ കാൽക്കൽ വീണു. എന്താ കുട്ടി ഇത്? എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? എല്ലാറ്റിനും പരിഹാരമുണ്ടേ. അവിടെയുള്ള ശാന്തിക്കാരൻ അവളോട് പറഞ്ഞതും നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളിൽ നിന്നും മനസ്സ് നിറഞ്ഞൊരു ചിരി പുറത്തേക്ക് വന്നതില്ല. അന്ന് അമ്പലത്തിൽ പതിവിലും അധികം നേരം ജാലയുണ്ടായിരുന്നു. മനസ്സിനൊരു സമാധാനവും സന്തോഷവും അവിടെ നിന്ന് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ജാല, എന്ന് നമുക്ക് പോയാലോ? നല്ല മഴക്കോള് കാണുന്നുണ്ട്. ഐഷു പറഞ്ഞതും സ്വപ്നലോകത്തിൽ നിന്നെന്ന പോലെ ജാല ഞെട്ടലോടെ അവളെ നോക്കി. എല്ലാം ശരിയാവും, നീ പേടിക്കണ്ട. വിളിച്ച വിളി കേൾക്കുന്ന ദേവിയ കൈവിടില്ല. ജാലയും ഐഷുവും ഇറങ്ങി അല്പദൂരം എത്തിയതും മഴ തകർത്ത് പെയ്തു തുടങ്ങി. കയറി നിൽക്കാൻ ഒരിടമില്ലാതെ അവരിരുവരും ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലേക്ക് കയറി നിന്നു. മഴയിൽ നിന്ന് നേരിയ രീതിയിൽ ഒരു രക്ഷപ്പെടൽ അത്രമാത്രമേ അതിനെ പറയാനാവുമായിരുന്നുള്ളൂ. പെട്ടെന്നൊരു വലിയ കാർ അവർക്ക് മുന്നിലായി വന്നു നിന്നു. എങ്ങോട്ടാ കുട്ടികളെ? കാറിനകത്തു നിന്ന് ഒരു മധ്യവയസ്കൻ അവരെ നോക്കി തിരികെ. ഞങ്ങൾ ആ പാലത്തിൻ്റെ അപ്പുറത്തേക്ക്. എന്നാ കയറിക്കോ. ആദ്യമൊന്നും ഭയന്നെങ്കിലും മഴ കോരിച്ചൊരിയുമ്പോൾ മറ്റൊരു വഴിയില്ലെന്ന് കണ്ടതും ഇല്ലാത്ത ധൈര്യം സംഭരിച്ചുകൊണ്ട് ഇരുവരും കാറിലേക്ക് കയറി. ഐഷു കാറിൽ കയറിയത് ഞെട്ടിത്തരച്ചുകൊണ്ട് അകത്തുള്ള ആളെ തന്നെ നോക്കിയിരുന്നു പോയി. ഐഷുവിൻ്റെ മുഖത്ത് ഞെട്ടൽ കണ്ട് ജാല ഒന്ന് പായുന്നു. ഈശ്വരെ, ആ അണ്ണാച്ചി എങ്ങാനും ആവൂ. അവളൊരു നെടുവീർപ്പോടെ ആളെ ഒന്ന് നോക്കി. കണ്ടാൽ കണ്ണെടുക്കാൻ പറ്റാത്ത വണ്ണം അവനിൽ അവളൊന്ന് തങ്ങി നിന്നുപോയി. സാർ, ഐഷു പെട്ടെന്ന് അവനെ വിളിച്ചു. അവൻ ഐഷുവിനെയും ജാലയും ഒന്ന് തലയുയർത്തി നോക്കി വീണ്ടും ലാപ്പിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഒരു മിനിറ്റ് കഷ്ടിച്ചവരാ വണ്ടിയിലിരുന്നു. അപ്പോഴേക്കും ഇറങ്ങേണ്ട സ്ഥലം എത്തിയതും ഇരുവരും ഇറങ്ങി. എടാ, ആരാ അത്? ജാല ഐഷുവിനെ നോക്കി തിരക്കി. ഇടി, അഗ്നി സാറാണ്. ഇന്ത്യൻ ടോപ്പ് ബിസിനസ്മാൻ ദേവ് സാറിൻ്റെ ഏക മകൻ അഗ്നിദേവ്. അങ്ങേരുടെ കൂടെ നമ്മൾ യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? ഐഷു ആശ്ചര്യം വിടാതെ പറഞ്ഞു. എന്നാൽ ജാലയ്ക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. അവളിൽ അപ്പോഴും ഭയം മാത്രമായിരുന്നു. തിരികെ വീട്ടിലെത്തിയപ്പോൾ അവളെയും കാത്തെന്ന പോലെ ഉമ്മർത്ത് തന്നെ ചെറിയമ്മ ഉണ്ടായിരുന്നു. കടന്നു കളയില്ല എന്നറിയാം, എന്നാൽ ഒരു ധൈര്യത്തിന് എല്ലായിടത്തും റെഡിയായി ഇരിക്കുമായിരുന്നു. വീടിൻ്റെ അരികിലായി കൂട്ടിവെച്ച സാധനങ്ങൾ കണ്ടതും ജാല അതിനടുത്തേക്ക് ഓടിയടുത്ത്. ചെറിയമ്മ, എന്തിനെ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? അതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ വിവാഹത്തിന് സമ്മതമാണെന്ന്. പിന്നെയും എന്തിനാ?
അവൾ വിങ്ങിപ്പൊട്ടി അമ്മയുടെ സാരി നെഞ്ചോടണച്ചു പറഞ്ഞു, ദേ നോക്ക്, നാളെ അണ്ണാച്ചി നാട്ടിലെത്തും. മറ്റന്നാ വിവാഹം ഒരുങ്ങിയിരുന്നു. ചെറിയമ്മയുടെ വാക്കുകൾ ഒരിടുത്തി പോലെയായിരുന്നു ജാല കേട്ടത്. ചെറിയമ്മ ഒരാഴ്ച പോലും സമയമില്ലാതെ, ഒരാഴ്ചയോ? അതിച്ചിരി കൂടുതലല്ലേ? എല്ലാം പെട്ടെന്നങ്ങ് തീർക്കണം. നിന്നെ കൊടുത്താൽ അങ്ങേരെ അച്ഛൻ ഇനിയും പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വൈകിക്കുന്നത് മോശമല്ലേ? ഒരു ദയയുമില്ലാതെ ചെറിയമ്മ പറയുന്നത് കേട്ട് ജാല അവരെ നിറമൊഴികളോടെ നിസ്സഹായതയോടെ നോക്കി നിന്നുപോയി. എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? കയറി പോകാൻ നോക്കടി, ചെറിയമ്മ അവളോടായി ദേഷ്യത്തിൽ പറഞ്ഞു. നിറകണ്ണുകളോടെ അമ്മയുടെ സാധനങ്ങളെല്ലാം എടുത്ത് റൂമിലേക്ക് നടന്നു ജാല. റൂമിലെത്തിയപ്പോൾ കണ്ടു റൂമിൽ അലങ്കാരങ്ങൾ ഒരുക്കുന്ന തിരക്കിൽ നിൽക്കുന്ന ദീപ്തയെ. എന്താ ഇവിടെ? എന്താ ഇതെല്ലാം? ദേഷ്യവും സങ്കടവും സ്വരത്തിൽ ജാല തിരക്കി. അയ്യോടെ മനസ്സിലായില്ലേ? നാളെയല്ലേ കല്യാണം, അപ്പോൾ മണിയറയെല്ലാം ഒരുക്കേണ്ട. ആദ്യ രാത്രി ഇവിടെയാണത്രേ. ദീപ്തി ചിരി അടക്കാനും അത് കളിയാക്കി പറഞ്ഞു. എടുത്തോണ്ട് പോകുന്നുണ്ടോ ഇതെല്ലാം? ആദ്യമായി ദീപ്തിയോട് ജാലയുടെ സ്വരമുയർന്നു. എടി അടക്കാൻ, നാളെ രാത്രി വരെ നിന്റെ ഈ ചാട്ടം കാണും. അത് കഴിഞ്ഞാൽ ലോറി കയറി തവളയുടെ അവസ്ഥയായിരിക്കുന്നില്ലേ? ആ നിന്റെ ഒരു ഭാഗ്യം കാണാൻ അറയ്ക്കുന്ന രൂപമാണെങ്കിലും പൂത്ത പൈസയാണ് പലിശക്കാരൻ അണ്ണാച്ചിയുടെ കയ്യിൽ. മോൾക്കത്ര സങ്കടമാണെങ്കിൽ മോളൊരു കാര്യം ചെയ്യും, അങ്ങേരെ കെട്ടിക്കോ. ചേച്ചിക്ക് അത്രയും പൂത്ത പണമൊന്നും വേണമെന്നില്ല. എന്താടി നീ പറഞ്ഞത്? അതും പറഞ്ഞുകൊണ്ട് ദീപ്തി ജാലയുടെ മുഖത്തെ കാഞ്ഞടിച്ചു. ജാലയിൽ ഒരു നിലവിളി ഉയർന്നത് ചെറിയമ്മ പത്മ അങ്ങോട്ടേക്ക് ഓടിയെത്തി. എന്താ ഇവിടെ പ്രശ്നം? മുഖത്ത് കൈവച്ച് നിൽക്കുന്ന ജാലയെ നോക്കി പത്മ ദേഷ്യത്തോടെ തിരിഞ്ഞു. ചെറിയമ്മ, ദീപ്ത അവളെന്നെ അടിച്ചു. അതും പറഞ്ഞുകൊണ്ട് ജാല മുറുകെ പിടിച്ച കൈ മുഖത്തു നിന്ന് മാറ്റി നല്ല രീതിയിൽ ദീപ്തയുടെ കൈയുടെ പാടുകൾ അവളുടെ മുഖത്ത് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ മോളെ, എന്താ സംഭവിച്ചത്? തമ്പുരാട്ടിയുടെ നാവത്ര ശരിയൊന്നുമല്ല മേ. ഞാനൊരെണ്ണം കൊടുത്തു. കുറച്ച് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് നീ അണ്ണാച്ചിയെ കെട്ടിക്കുമെന്ന്. കേട്ട് കേട്ട് മനുഷ്യന് തല പെരുത്തു തുടങ്ങി. അപ്പോൾ ഒരെണ്ണം അങ്ങ് കൊടുത്തു. ആ പത്തി താഴ്ത്തിയതാണ്, അത് സാരമില്ല. ചെറിയമ്മ ജാലയെ പുച്ഛത്തോട് നോക്കി പറഞ്ഞു. ചെറിയ ദയവ് ചെയ്ത് ഇതെല്ലാം എടുത്തോണ്ട് പോകാൻ ദീപ്തിയോടൊന്ന് പറ. എനിക്കിതൊന്നും താല്പര്യമില്ല. ഇത് ഞങ്ങളാരും മനസ്സറിഞ്ഞ് ചെയ്യുന്നതൊന്നുമല്ല. ആ അണ്ണാച്ചിക്ക് ഇതെല്ലാം വേണത്രേ. പിന്നെ ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ. അത് കേട്ടപ്പോൾ ജാലയ്ക്ക് അടിമുടി വിറച്ചു കയറി. പെട്ടെന്ന് പത്മയുടെ ഫോൺ റിങ് ചെയ്തു. പത്മ അകത്തേക്ക് പോയി. ഞാൻ പത്മയാണ്. ശേഖരേട്ടൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കാൻ. എന്താ കാര്യം? മറുതലയ്ക്കിൽ നിന്ന് മലയാളം അത്ര വശമല്ലാത്ത സംസാരമാക്കണം. നാളെ ഞങ്ങളുടെ കല്യാണം എവിടെ വെച്ചാ? അതാണോ കാര്യം? ശേഖരേട്ടൻ പറയുന്നത് എല്ലാവരും കാണുന്നിടത്ത് വെച്ച് വേണ്ട എന്ന. ഒരു കാര്യം ചെയ്യാം, പഴയ ഒരു അമ്പലമുണ്ടല്ലോ, അവിടെ അങ്ങനെ ആരും വരത്തില്ല. നമുക്ക് അവിടെ വെച്ച് വിവാഹം നടത്താം. അതല്ലേ കുറച്ചുകൂടി നല്ലത്. എല്ലാം നിങ്ങളുടെ ഇഷ്ടം, എനിക്കതൊന്നും പ്രശ്നമല്ല. എന്നാൽ നാളെ രാവിലെ 9 മണിക്ക് അങ്ങോട്ടേക്ക് എത്തിക്കോ. എൻ്റെ പൊണ്ണെങ്കിൽ അവൾക്ക് ഫോൺ കൊടുക്കുക. അണ്ണാച്ചിയുടെ അടുത്ത് നിന്നും അങ്ങനെ ഒരു ചോദ്യം കേട്ടതും പത്മയുടെ മുഖം ആകെ ചൂളി. അയ്യേ കിളവൻ! അതായിരുന്നു ആ മുഖത്തെ പാവവ്യത്യാസം. ജാലമോളെ! പതിവില്ലാതെ പത്മയുടെ ആ വിളി കേട്ടതും ജാലയ്ക്ക് എന്തോ പന്തികേട് തോന്നി. അവൾ പത്മയ്ക്ക് അരികിലേക്ക് വന്നു. എന്താ ചെറിയമ്മേ, ഇതാ നിനക്കാണ് ഫോൺ, സംസാരിക്കുക. ആരാ? ജാല വീണ്ടും ചോദിച്ചു. പത്മ ഫോൺ മ്യൂട്ടാക്കിക്കൊണ്ട് ജാലയ്ക്ക് നേരെ കണ്ണുരുട്ടി. ആരാണെന്ന് അറിഞ്ഞാലേ തമ്പുരാട്ടി ഫോൺ വിളിക്കുന്നുണ്ടോ? നിന്റെ ഭർത്താവാകാൻ പോകുന്നവനാണ്, സംസാരിക്കുക. അത് പറഞ്ഞുകൊണ്ട് പത്മ ഫോൺ ജാലയ്ക്ക്. വേണ്ട ചെറിയമ്മ, എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്നാൽ അവനുണ്ട്, സംസാരിക്കാൻ നോക്കടി. അതും പറഞ്ഞുകൊണ്ട് പത്മ ഫോൺ അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ജാലയ്ക്ക് നൽകി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ഫോൺ ചെവിയോട് ചേർത്തൊടിച്ചു. ഹലോ? ജാല നേരത്തെ സ്വരത്തോടെ വിളിച്ചു. ഹലോ എൻ ചെല്ലം, എന്നാ ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, അവൾ വിറയലോടെ പറഞ്ഞു. ഓഹോ, നാണമാണോ? നാണിക്കേണ്ട, എല്ലാം ഞാൻ മാറ്റുന്നുണ്ട് കള്ളിപ്പെണ്ണേ. ആ സംസാരം കേട്ടതും അവൾക്ക് വല്ലാതെയായി. ജാല ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ചെറിയമ്മയെ നോക്കി. എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന പാവത്തിൽ ജാല നിസ്സഹായതയുടെ അകത്തേക്ക് നടന്നു. അന്ന് രാത്രി പതിവ് പോലെ ചെറിയമ്മയും അച്ഛനും ദീപ്തിയും ആഹാരം കഴിക്കാനായിരുന്നു. ജാല അവർക്കുള്ള ആഹാരം മേശപ്പുറത്തെടുത്ത് വെക്കുന്ന തിരക്കിലായിരുന്നു. മോളെ ജാല, നീ കൂടെ ഇരിക്കുക, അച്ഛൻ ശേഖരൻ പറയുന്നത് കേട്ട് ജാല ആശ്ചര്യത്തോടെ നോക്കി. നാളെ മുതൽ ഈ പൊണിക്കൊന്നും ആളില്ലല്ലോ എന്നോർത്ത എൻ്റെ വിഷമം. പത്മ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഒന്നല്ലെങ്കിൽ നമുക്ക് സമാധാനിക്കാലോ അമ്മേ. അവളുടെ ലൈഫ് ഇനി വേറെ ലെവലായിരിക്കും. റാണിയായിരിക്കും, റാണി. ദീപ്തി കളിയാക്കുന്നത് പോലെ പറഞ്ഞു. ഇല്ലച്ചാ, ഞാൻ പിന്നെ ഇരുന്നോളാം, നിങ്ങൾ കഴിച്ചോളൂ. ഇല്ല മോളെ. മോള് വാ, ഇന്ന് കൂടെയല്ലേ ഇന്നുകൂടെയല്ലേ ഞങ്ങളുടെ കുട്ടി ഞങ്ങളുടെ കൂടെ കഴിക്കാൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ രഘുവിൻ്റെ കൂടെയല്ലേ. അച്ഛൻ്റെ മനുഷ്യത്വമില്ലാത്ത സംസാരം അവൾക്ക് കൂടുതൽ സങ്കടത്തിനിരയാക്കി. ഈശ്വര, ഒരാൾ പോലും എൻ്റെ കൂടെയില്ലല്ലോ.
നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പതിവ് പോലെ എല്ലാവരെയും കഴിച്ചു കഴിഞ്ഞാണ് ജാല കഴിക്കാനായിരുന്നു. ഇടയ്ക്കിടെ കണ്ണുകൾ നിറയുന്നുണ്ട്. തൊണ്ടയിൽ കമ്പി മുറുക്കും പോലെ ഇടയ്ക്കിടെ വേദന വന്നുകൊണ്ടിരിക്കുന്നു. ആഹാരം ഇറക്കാൻ പറ്റാത്ത വിധം സങ്കടം കൊണ്ട് തൊണ്ട വേദനിക്കുന്നു. കഴിക്കുന്ന ചോറിലേക്ക് കണ്ണുനീർ തുള്ളി ഉറ്റി വീഴുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ഏറെ വൈകിയാണ് അവൾ റൂമിലേക്ക് നടന്നത്. റൂമിലെ ദീപ്തയുടെ അലങ്കാര പണികൾ കണ്ട് ജാലയ്ക്ക് ശരീരം മുഴുവൻ വിറയ്ക്കുന്ന പോലും. എങ്ങനെ തന്നെ കിടന്നിട്ട് അവൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. അമ്മയുടെ ഫോട്ടോയും എടുത്ത് ജനാലയ്ക്കരികിൽ അല്പനേരം എന്തൊക്കെയോ ഓർത്തിരുന്നു. ഇടയ്ക്കെപ്പോഴോ അവളുടെ ഉള്ളിൽ ആരോ പറയുന്നത് പോലെ അവൾക്ക് തോന്നി, അവൻ വരുന്നുണ്ട്, ജീവിതം തന്നെ മാറ്റിമറിക്കും. വെറും തോന്നലെന്ന മട്ടല്ല, അവളത് തള്ളിക്കളഞ്ഞു. പിറ്റേന്ന് രാവിലെ, ജാല ജാല വാതിൽ തുറക്ക്. പുറത്തു നിന്നും പത്മ വാതിൽ ശക്തിയിൽ അടിച്ചുകൊണ്ടിരുന്നു. ബാത്റൂമിലായിരുന്ന ജാല ഓടിപ്പിടിച്ചുകൊണ്ട് റൂമിൻ്റെ വാതിൽ തുറന്നു. വാതിൽ തുറന്നതും പത്മ ജാലയുടെ കരണം പുകച്ചൊരടി കൊടുത്തു. ഒരു നിമിഷം തല കറങ്ങി ജാല നിലത്തേക്ക് വന്നു. അയ്യോ, എൻ്റെ പത്മ, നിനക്ക് പ്രാന്തായോ?